വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പട്ടിക്കുട്ടിയെ ഒരാൾ 2 കൈയും തല്ലി ഒടിച്ച് ഞങ്ങളെ റെസ്ക്യൂ ചെയ്തതിൻ്റെ. അപ്പോൾ ആ പട്ടിക്കുട്ടിയാണിത്. അവളുടെ സർജറിയാണ് ഇന്ന്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി കൂട്ടുനിറക്കി വെളിയിലിപ്പം കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് പേരൊക്കെ ഇട്ട് കേട്ടോ. മണിക്കുട്ടി എന്ന പേര് അവളെ ഒരു സബ്സ്ക്രൈബർ തന്നെ സജസ്റ്റ് ചെയ്ത പേരാണ്. പിന്നെ നമുക്ക് വേദന ഉണ്ടായതുകൊണ്ടേ കയറി കയ്യിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മാസ്ക് ഇട്ടിരിക്കുന്നത്. വീട്ടിൽ വന്നിട്ടുണ്ട്. അവളെ സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ടേബിളിൽ കിടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ അവളുടെ ചെറിയ പൊട്ടലുള്ള വലത് കൈയില്ല നീര് ശകലം കുറവുണ്ട്. അവളത് കൈ കുത്തി നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് ഇനിയിപ്പോൾ മയങ്ങി കഴിയുമ്പോഴത്തേക്ക് അകത്ത് സർജറി ചെയ്യുന്ന ടേബിളിലോട്ട് മാറ്റും അവളെ. ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഡോക്ടറെ നമ്മളെ വിളിച്ച് കാണിച്ച് അപ്പം ബോധം വരാനുണ്ട്. പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരിയെ കൊണ്ടുവന്ന് കണ്ട ഇവിടെ സർജറി ചെയ്തിരിക്കുന്നതാണ്ട്. ഇതാണ് ഇവിടെ ഇതിപ്പം കമ്പി ഇട്ടിരിക്കുക. അവിടെ കീറി കമ്പിയുടെ ഒരറ്റം എന്താണ്ട് ഇത്. അത് കമ്പിയുടെ ഒരറ്റമാണ്. അത് കമ്പി പിന്നീട് എടുക്കണം. പിന്നെ മറ്റേ കയ്യിൽ അതിൻ്റെ ബാൻഡേജ് ഇട്ടിരിക്കുക. അതിപ്പോൾ അവൾ ഇന്നിപ്പം ശകലം മാറ്റമുണ്ട്. എന്നാലും ഡോക്ടർ ബാൻഡേജ് ഇട്ട് ഇപ്പം ബോധം വന്നിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ബോധം വരാൻ ടൈമായില്ല. അത് ഇനി 1-2 മണിക്കൂറും കൂടെ എടുക്കും. അപ്പം ഇതിനകത്ത് കിടത്തിയിരിക്കുക ആള്. തൽക്കാലം അവിടെ കിടക്കട്ടെ കുഞ്ഞ്. ഇനി ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട്, 5-6 ഒരു 8-9 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ കമ്പി എടുക്കും. അപ്പോൾ കമ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു എൻഡ് താണ്ട ഈ സൈഡിൽ വെളിയിലോട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കയറി എല്ല് 2ആയിട്ട് പൊട്ടി മാറിയായിരുന്നു. ഡോക്ടർ പറഞ്ഞ പൊട്ടി മാറി. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷനും എടുത്ത് പിന്നെ ഒരു ആൻറ്റിബയോട്ടിക്കും വേദനയ്ക്കുള്ള ഗുളികയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൊടുക്കാൻ പറഞ്ഞ് 6 ദിവസം ആഹാരത്തിൽ ചേർത്ത് കൊടുക്കാനേ പറ്റൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കോളർ മേടിക്കണം. കാരണം ആ കമ്പിയുടെ അറ്റം വെളിയിലിരിക്കുന്നതുകൊണ്ടേ അത് ചിലപ്പോൾ കടിച്ചിളക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം ബോധം നല്ലതുപോലെ വരുന്നതിന് മുമ്പായിട്ട് പോയി ആ കോളറും കൂടെ മേടിക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ആള് കിടക്കി എവിടെ ഇങ്ങനെ വലത്തെ കൈ ഇന്നിപ്പോൾ ആയപ്പം ചെറുതായിട്ട് അവൾ പൊക്കി വയ്ക്കുന്നുണ്ട് വലത്തെ കൈ. നീരും കുറവുണ്ട്. എന്നാലും ഡോക്ടർ അതിനകത്ത് ബാൻഡേജ് ചുറ്റിയൊക്കെയാണ്. പ്ലാസ്റ്ററായിട്ടിട്ടില്ല, ബാൻഡേജ് ചുറ്റി ഒരു ഇതുപോലെയൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് ബാൻഡേജ് ചുറ്റിയിരിക്കുക. അതിനകത്ത് ഫുഡ് ഇപ്പം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. മൊത്തത്തിൽ നല്ലപോലെ ബോധം വന്നതിന് ശേഷം ഫുഡ് കൊടുത്താൽ മതി. എന്നാലേ ചിലപ്പോൾ വോമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഉണരുമ്പോൾ വേദന ചിലപ്പം കാണും. ഇപ്പം തൽക്കാലം വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ഗുളികയൊക്കെ കൊടുക്കാം. കരച്ചിലൊക്കെ കാണും. എന്തായാലും കഷ്ടമല്ലേ. കുഞ്ഞിൻ്റെ അപ്ഡേഷനായിട്ട് വീണ്ടും വീഡിയോസ് ഞങ്ങൾ ഡെയിലി ഇടാം. എല്ലാവർക്കും ബൈ.